ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ എൻ്റെ അമ്മയുടെ നടയിലിരുന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാനിവിടെ ഇരിക്കുകയാണ്. ഇവിടെ വിളക്കും കത്തിച്ചിട്ട് ഇവിടെ തന്നെ ഇരിക്കണം. ഇനിയിപ്പോൾ വിളക്കൊക്കെ അണച്ച് വിളക്കൊക്കെ തേച്ച് വെച്ച് നട ഇപ്പോൾ നമ്മൾ തുറക്കാറില്ല, മാസത്തിലാണ്. ഇപ്പം എല്ലാ മാസവും പൗർണമിക്കാണ് നമ്മളിപ്പോൾ നട തുറക്കുന്നത്. പുറത്ത് വിളക്ക് കത്തിക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമോ വിഷമോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോവോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ച് വെച്ച് അമ്മയുടെ അനുവാദം ചോദിക്കാറുണ്ട്. നട തുറക്കുന്നത് ഇപ്പോൾ ഒരു 4-5 മാസം കൊണ്ട് നമ്മൾ പൗർണമിക്കാണ് തുറക്കുന്നത്. നമുക്ക് വിഷമവും നമ്മുടെ ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ പുറത്ത് വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വെച്ച് നമ്മൾ അമ്മയുടെ അനുവാദം ചോദിച്ച് പോകാറുണ്ട്. അപ്പോൾ ഇപ്പോൾ വിളക്ക് എത്തിച്ച് വെച്ചിട്ട് ഞാനും ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ എൻ്റെ അമ്മയുടെ നടയിൽ ഇരുന്നിട്ട് എന്നെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഫോൺ എടുത്ത് ഓൺ ചെയ്ത് വെച്ച് നിങ്ങളോട് കഥ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ്. അങ്ങനെ അങ്ങ് പോകുന്നു. ജോലിയും ചൂടും വെയിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. പ്രത്യേകിച്ച് ദൈവകൃപ കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ദൈവം എന്നും ഇതുപോലെ നല്ല മനസ്സിന് സുഖവും ശരീരത്തിന് സുഖവും തന്ന് മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പണവും സമ്പത്തും ഒക്കെ നമുക്ക് 2ാം സ്ഥാനമാണ് കേട്ടോ. പണത്തിനും സമ്പത്തിനൊക്കെ 2ാം സ്ഥാനമാണ്. ആദ്യം നമുക്ക് വേണ്ടത് ആരോഗ്യം, അസുഖമൊന്നുമില്ലാത്തൊരു ശരീരം, ആരോഗ്യം. പിന്നെ എന്തോന്നു, മനസ്സിന് സമാധാനം. ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്തായാലും ജീവിക്കാം, അധ്വാനിക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്കൊന്നും ഇപ്പം അത് തന്നെ ഒന്നും നമുക്ക് നേടാൻ പറ്റില്ല. അപ്പം നമ്മൾ പനിയൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഞാൻ ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. പനിയൊക്കെ വന്നപ്പോൾ 2 ആഴ്ച വരെ എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റാണ്ട് ഞാൻ ആകെ ബുദ്ധിമുട്ടിലായിരുന്നു. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. എന്നാലും എൻ്റെ ബോഡിയൊന്നും അങ്ങോട്ട് ഒരിതാവുന്നില്ല, എന്തോ ഉണങ്ങുന്നു. ഈ ഉണങ്ങുന്നത് നല്ലതാണ് കേട്ടോ. വണ്ണമൊന്നും ഇല്ലാണ്ട് ബോഡിയൊക്കെ ഉണങ്ങിയിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് വേറെ പ്രശ്നങ്ങളും കാര്യമൊന്നും കാണില്ല. ഓടിച്ചാടി നടക്കാം. വെയിറ്റ് കൂടുമ്പോഴത്തേക്ക് കാലിന് പ്രശ്നമായിരിക്കും, നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മുട്ട് തേയ്മാനം. പൊതുവേ ഞാൻ വീണ് എൻ്റെ 2 കാലും പോയി കിടക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ ബോഡിയൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എണീറ്റ് നടക്കുന്നത്. ഇത്തിരിയൊക്കെ വണ്ണം കൂടുതലൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഞാൻ എപ്പോഴേ കിടപ്പിലായനെ. അത്രയ്ക്ക് മേൽ വീഴ്ചയൊക്കെ ഈ 2 കാലിനും പറ്റിയിട്ടുണ്ട്. വലത് കാലിനേക്കാളും ഇടത് കാലിനാണ് ഒരുപാട് അപകടം പറ്റിയിട്ടുള്ളത്. നമുക്ക് അധികം ഇങ്ങനെ നടക്കാം, ഓടാൻ പറ്റില്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ ഓട്ട മത്സരത്തിന് നിർത്തിയാൽ നമുക്ക് ഓടാൻ പറ്റില്ല. ഇപ്പം ആരെങ്കിലും ഓടിച്ചിട്ട് അടിക്കാൻ പോയാലും അവിടെ നിന്ന് അടി കൊള്ളാനേ പറ്റുള്ളൂ. ആരെങ്കിലും വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ കോള് കയറി വരും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കോള് കയറി വരും. പിന്നെ വീഡിയോയും കട്ടാവും. ഞാൻ കരുതിയുണ്ടല്ലോ പിന്നെ ഒരു ആപ്പിൽ എഡിറ്റ് ചെയ്യാണ്ട് ഒറ്റ വീഡിയോ ആയിട്ട് എടുത്താൽ നമുക്ക് ഒറ്റയായിട്ട് അങ്ങ് ഇടാം. ഗ്ലാമറൊന്നും വേണ്ട, ഉള്ള ഗ്ലാമറൊക്കെ മതി. ഇനി ഗ്ലാമർ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കണ്ടെന്ന് വിചാരിച്ച് ഒറ്റ വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതിയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു മൈൻഡ് അങ്ങ് പോയി. കോള് വന്നത് മൈൻഡ് പോയി. പോയത് പോട്ടെ. അപ്പം നമ്മളെ ഈ സംസാരമൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ചിലർ പറയുന്നുണ്ട് അമ്മച്ചി ബോറാണ്, ചേച്ചി ബോറാണ്. ഞാൻ യൂട്യൂബ് ചാനൽ നടത്തണമെന്ന് പറയുന്നത് തമാശയ്ക്കൊരു നമുക്ക് കണ്ടൻറ്റ് വേണ്ടേ. അപ്പോൾ അതെങ്കിലും പറയുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ നമ്മളെ വീഡിയോ കയറി കാണുകയാണെങ്കിലോ അങ്ങനെ ഇട്ടപ്പോഴത്തേക്ക് നമ്മളെന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രത്തോളം എത്തിയിട്ട് എന്തായാലും നമ്മൾ ഒരിക്കലും ചാനൽ നിർത്തി പോകുന്നില്ല. നമ്മുടെ മനസ്സ് പല സമയം പല ഇതാണ്. ചില സമയത്ത് നമ്മൾ വിഷമം വരുമ്പോഴത്തേക്ക് വിഷമമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ നിന്ന് വരും. അപ്പോഴും നമ്മൾ ആ കാര്യങ്ങൾ അങ്ങ് പറയും. അല്ലാതെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് നമ്മുടെ ചാനൽ നിർത്തി നമ്മൾ എന്തായാലും പോകില്ല. യൂട്യൂബ് നമ്മൾ പറഞ്ഞു വിടുന്നിടത്തോളം നമ്മളിവിടെ കാണും. ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും വിഷമവും സങ്കടവും ഒക്കെ വരുമ്പോൾ നമ്മൾ പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് നമുക്ക് നെഗറ്റീവ് കമൻറ്റാണ് വന്നത്. നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ. എന്തായാലും നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടെന്ന് നന്നായിട്ടറിയാം. അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുള്ളത് കൊണ്ടാണല്ലോ നമ്മളിപ്പം 8000 സബിന് മേലെ കയറി നിൽക്കുന്നത്. നമ്മളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെപ്പോലെ ഓരോരുത്തരും നമ്മളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ 8000-ന് മേലെ സബിൽ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടാതിരുന്നാൽ നമുക്ക് എത്രയും മേലാകുമോ? ഇല്ല. അപ്പം നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ. നമ്മളെ വിഷമങ്ങളും കാര്യങ്ങളും നമ്മൾ അപ്പോഴെപ്പോഴും ഓടി വന്ന് പറയും. കേൾക്കുന്നവർ കേൾക്കട്ടെ, ഇല്ലാത്തവർ പോട്ടെ. പിന്നെ പറയുന്നുണ്ട് വളവളപ്പാണെന്ന്. വളവളപ്പാണെങ്കിൽ വളവളപ്പ്. എല്ലാം ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. നിങ്ങൾ എന്ത് മോശം പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും ഇതെല്ലാം ഞാൻ 2 കൈ സ്വീകരിക്കുന്നു. അപ്പോൾ അമ്മയുടെ നടയിൽ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്.
എന്തൊക്കെയോ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞില്ല, നമ്മളെ ബോഡിയുടെ കാര്യവും. ബോഡി ഇങ്ങനെ ഉണങ്ങി വരുന്നത്, നല്ല ബ്ലൗസൊക്കെ ഉണ്ടല്ലോ, ഞാൻ എടുത്തിടുമ്പോൾ നല്ല പെർഫെക്റ്റ്, നല്ല എൻ്റെ ബോഡിക്ക് അനുസരിച്ച് നല്ല ഇറിവ് കിടക്കുന്ന ബ്ലൗസൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ലോഹ പോലെ കിടക്കുകയാണ്. പുറത്തൊക്കെ ഇരുന്ന് വീഡിയോ എടുത്ത ഇതാണ് അവസ്ഥ. അതൊക്കെ അവിടെ അലപ്പും വിളി അലച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ചെയ്യുക? നമ്മൾ നാട്ടിൻ പുറത്തുകാരിങ്ങനെയാണ്. നമ്മൾ സിറ്റി ഇതേ കോർപ്പറേഷൻ ആണെങ്കിലും നമ്മൾ നാട്ടിൻ പുറത്തെ സംസ്കാരമാണ്. നമുക്ക് സിറ്റിയിൽ ആ ഒരു ഇതൊന്നുമില്ല കേട്ടോ. നമ്മൾ നാട്ടിൻ പുറത്ത് അതേ ഒരു ശൈലിയാണ്. ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന അവിടെ എൻ്റെ മതിനിയാണെന്നാണ് ചടാപിട കഥ പറയുന്നത്. എന്തായാലും ഞാൻ അതും കൂടെ കയറി വരണമെങ്കിൽ വരട്ടെ. അപ്പോൾ ബോഡിക്ക് ബ്ലൗസൊക്കെ ഞാൻ എന്ത് ഭംഗിക്ക് തച്ചിട്ട ബ്ലൗസൊക്കെ ഇപ്പോൾ എടുത്തിടുമ്പോൾ ഉണ്ടല്ലോ, ബ്ലൗസ് ഇടുമ്പം കുറേ കഴിയുമ്പോൾ ഉണ്ടല്ലോ, ബ്ലൗസ് വേറെ എവിടെ പോയി പള്ളിയിൽ അച്ഛൻ്റെ ലോഹ പോലെയാണ് എൻ്റെ ബ്ലൗസുകളെല്ലാം. അപ്പോൾ എനിക്കൊരു വിഷമം എന്തുകൊണ്ടാണോ എൻ്റെ ബോഡി ഉണങ്ങുന്ന, കാരണമില്ലാതെ ബോഡി ഉണങ്ങുന്ന എന്താണെന്ന്. നമ്മുടെ ശരീരം ഉണങ്ങുമ്പം പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നാണ് പറയണം. ശരീരം ഉണങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അത് പലതിൻ്റെ മുന്നോടി എന്നൊക്കെയാണ് പറയണം. അതുകൊണ്ട് എനിക്കൊരു പേടി, എന്താണെന്ന് അറിയില്ല. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഷുഗർ നോക്കാൻ. ഇനി ഷുഗറായിട്ട് വന്നിട്ട് ഞാൻ 2-3 മാസത്തിന് മുന്നേ ബോഡി ചെക്കപ്പൊക്കെ ചെയ്ത് അപ്പോഴൊന്നും കുഴപ്പമില്ല. നമ്മുടെ തൈറോയ്ഡൊക്കെ ഓക്കെയാണ്, നോർമലാണ്, കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ പനി വന്നപ്പോഴത്തേക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് പിന്നെ ഹീമോഗ്ലോബിൻ്റെ ബ്ലഡിൻ്റെ അളവ് കുറവ്, നമ്മൾ ESR ഒക്കെ കൂടി നിൽക്കുന്നു. അങ്ങനെയൊക്കെ അതും പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒക്കെ ചെന്ന് നോക്കിയപ്പം അതുമൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോണ്. എന്നാലും നമ്മുടെ ബോഡി അങ്ങോട്ട് ഓക്കെ ആവാത്തത് കൊണ്ട് ഇനി ഷുഗറിൻ്റെ വല്ല ഇതാണെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് ഫാസ്റ്റിങ്ങിൽ പോയി ഷുഗർ നോക്കി. ഞാൻ അതിൻ്റെ റിസൾട്ടൊന്നും തുറന്ന് നോക്കില്ല കേട്ടോ. റിസൾട്ട് ഉച്ചയ്ക്ക് ജോലിയും കഴിഞ്ഞ് അതിനൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവിടെ കൊണ്ട് വെച്ചേക്കണം. തുറന്ന് നോക്കിയില്ല. തുറന്ന് നോക്കാൻ എന്തെന്നറിയാമോ, അവിടെ ലാബിൽ ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന്. ലാബിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന്. അവർ പറഞ്ഞ വിശ്വാസത്തിൽ ഞാൻ അതേപടി കൊണ്ട് അതിനെ വെച്ചേക്കുന്നത്. കിട്ടിയ പാക്കറ്റോടൊക്കെ ഇതുണ്ടല്ലോ, അത് റിസൾട്ട് പൊട്ടിച്ച് നോക്കാണ്ട് ഞാൻ അതേ മേനിക്ക് അവിടെ കൊണ്ടുവച്ചേക്കുന്നത്, അവർ പറഞ്ഞ വിശ്വാസത്തിൽ. ഇനിയിപ്പോൾ ചെന്നിട്ട് നോക്കാം, അവരില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും നോക്കാം, എൻ്റെ അളവും കാര്യമൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നതാണ്. നമ്മൾ കറക്റ്റായി വീഡിയോ ഇടുന്നില്ല. 2 ദിവസം വീഡിയോ ഇട്ടാൽ 2 ദിവസം വീഡിയോ ഇല്ല. പാചക വീഡിയോ ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ല, ട്രാവൽ വീഡിയോ ഇഷ്ടമില്ല, പാചക വീഡിയോ ഇഷ്ടമില്ല, ഒന്നും ഇഷ്ടമില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യുക? നിങ്ങളെല്ലാം ഇങ്ങനെ, ഞാൻ എവിടെയാണോ എന്ന് നോക്കണം. ഫോണും പിടിച്ചിട്ട് ക്യാമറ ഒരിടത്തും ഇരിക്കുന്നു, എൻ്റെ കണ്ണും മോന്തയും വേറെ ഒരിടത്തിരിക്കുന്നു. എന്തരായാലും കുഴപ്പമില്ല. ഇവിടെ ഇരുന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക. എപ്പോഴും പറയുന്നത് പോലെയാണ്, കൂടുതലൊന്നും പറഞ്ഞും വെറുപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയുടെ അനുഗ്രഹത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ കുറേ മക്കളുമാർ നമുക്കുണ്ട്. കുറേ മക്കളുമാരും ചേച്ചിമാരും സഹോദരങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിലുണ്ട്, നമ്മളെ ഇഷ്ടപ്പെടുന്ന. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടുതലായാലും കേൾക്കുന്ന നിങ്ങൾക്ക് സുഖമില്ല. അപ്പോൾ ടാറ്റ, ബൈ. അടുത്തൊരു വിശേഷമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.